മൂന്നാം ക്ലാസ്സുകാരി ശിവന്യ സ്കൂളിലെ ശുചീകരണ തൊഴിലാളി കുഞ്ഞുമോൾക്ക് അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കുഞ്ഞുമോൾക്ക് എഴുത്തും വായനയും അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ ശിവന്യമോൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയായിരുന്നു. പത്തനംതിട്ട കടമ്പനാട് വിവേകാനന്ദ LP സ്കൂളിലാണ് ഈ ദൃശ്യം. കുഞ്ഞുമോൾ എല്ലാം പഠിച്ചു തുടങ്ങി. ഓരോ വാക്കും ഉറക്കെ പറഞ്ഞുകൊണ്ട് വേണം എഴുതി പഠിക്കാൻ. ശിവന്യ പറയുന്നു, പേരെഴുതാൻ പഠിച്ചിട്ടുണ്ട്, പിന്നെ അമ്മാന്നെഴുതാൻ പഠിച്ച്, തത്താന്നെഴുതാൻ പഠിച്ച്, കാക്കാന്നെഴുതാൻ പഠിച്ച്, ശ്രീന്നെഴുതാനും പഠിച്ച്, ഇത്രയും പഠിച്ച്. വായിക്കുകയൊക്കെ ചെയ്യും. എഴുത്തും വായനയും അറിയാത്തതിന്റെ ബുദ്ധിമുട്ട് കുഞ്ഞുമോൾ ജീവിതത്തിലേറെ അനുഭവിച്ചു. ഞാൻ ഒരിടത്ത് പണിക്ക് പോകുമായിരുന്നു. അപ്പോൾ അവരുടെ കുറച്ച് വേസ്റ്റ് ഞാൻ തീയിട്ട് കളഞ്ഞു. അവിടെ മുതൽ എനിക്ക് എഴുതാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അവരുടെ കളഞ്ഞെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ തീയിട്ട, പക്ഷേ അത് കളഞ്ഞല്ലായിരുന്നു. അത് എഴുതി കൊള്ളാവുന്ന പേപ്പറുകളായിരുന്നു, കൊള്ളില്ലാത്തതല്ലായിരുന്നു, ഇച്ചിരി കൊള്ളാവുന്ന പേപ്പറായിരുന്നു. ഇച്ചിരി കൊള്ളാവുന്ന പേപ്പർ ഞാൻ തൂത്തുവാരി തീയിട്ട്. അപ്പോൾ എനിക്ക് ഇനി എഴുതണം, പഠിക്കണം, വായിക്കാൻ പഠിക്കണം. മനസ്സിൽ എനിക്ക് വായിക്കാൻ പഠിക്കണമെന്നാഗ്രഹം. ഇനി ഈ ഒരു ചതു ഒരിക്കലും എനിക്ക് പറ്റരുത്. എഴുത്തും വായനയും അറിയില്ലെങ്കിലും കുഞ്ഞുമോളുടെ മനസ്സ് നിറയെ സ്വന്തം കവിതകളാണ്. അക്ഷരം പറഞ്ഞു പഠിപ്പിക്കും ഗുരുക്കന്മാരിൽ ഭയവും ഭക്തിയാനുസരണം പാലിക്കുക. അക്ഷരം പറഞ്ഞു പഠിപ്പിക്കും ഗുരുക്കന്മാർ പറയുന്ന വാക്കുകളൊക്കെയും ശ്രദ്ധിച്ചു നമ്മൾ പഠിച്ചു കൊള്ളുക. ഏതു നിമിഷവും ഈശ്വര ചിന്ത ഇതൊന്നു മാത്രം മനസ്സിൽ. അക്ഷരം പഠിച്ചറിവുകൾ നേടിടുവാൻ സൽബുദ്ധി നൽകണേ, സ്ഥിരബുദ്ധി നൽകണേ സർവേശ്വര. കുഞ്ഞുമോളുടെ ചില വിഷയങ്ങളിലെ സംസാരം കേട്ടാൽ എഴുത്തും വായനയും അറിയാത്ത ആളാണെന്ന് തോന്നുകയേയില്ല. ദൈവത്തെ പരിപൂർണമായിട്ട് വിശ്വസിക്കണം. അന്ധവിശ്വാസങ്ങൾ വിശ്വസിക്കരുത്. ഏത് നിമിഷവും ദൈവം ഒന്ന് ചിന്തിക്കണം. താഴായ്മ വേണം, ഭയം വേണം, ഭക്തി വേണം, അനുസരണ വേണം, കൃത്യനിഷ്ഠ പാലിക്കണം. അങ്ങനെ പറഞ്ഞ വാക്കുകളെ ഞാൻ എപ്പോഴും ഓർത്ത് ആ ഗുരുനാഥൻ്റെ വാക്കുകൾ ഓർക്കും. സ്കൂളിൽ ഒഴിവു സമയം മറ്റു കുട്ടികൾ കളിച്ചിരികളിൽ ഏർപ്പെടുമ്പോൾ ശിവന്യമോൾ കുഞ്ഞുമോളെ പഠിപ്പിക്കുന്ന തിരക്കിലായിരിക്കും. എഴുത്ത് പഠിച്ച ശേഷം തന്റെ മനസ്സിലെ കവിതകൾ പുസ്തകത്തിൽ എഴുതി സൂക്ഷിക്കണം. ദൃഢനിശ്ചയത്തോടെ കുഞ്ഞുമോളുടെ പഠിത്തം തുടരുകയാണ്. ഭാവിയിൽ അധ്യാപിക ആകാനാണ് ശിവന്യമോളുടെ ആഗ്രഹം. കുഞ്ഞുമോൾ അക്ഷരങ്ങൾ എഴുതാനും അക്ഷരങ്ങൾ കൂട്ടി വായിക്കാനും ഒക്കെ പഠിച്ചു കഴിഞ്ഞു. 3ാം ക്ലാസ്സുകാരി ശിവന്യയാണ് ഗുരു. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുകുണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.